ഹലോ നമസ്കാരം ചേട്ടാ. ഹലോ ചേട്ടാ നമസ്കാരമുണ്ട്. പേരെന്താണ്? ജനാർദ്ദനൻ. വീട് എവിടെയാ? വീട് കാക്കാത്തുരുത്തി. എന്ത് ചെയ്യുന്നു? ഞങ്ങൾ ലോട്ടറി സെയിൽ ചെയ്യുക, ജനങ്ങൾക്ക് ബോധവൽക്കരണ ക്ലാസ് കൊടുക്കുക, ജനസേവനത്തിന്റെ അടിസ്ഥാനത്തിൽ. ചേട്ടന്റെ അറിവുകളൊന്ന് പങ്കുവെക്കാമോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? ധാരാളം പങ്കുവെക്കാം. മൊബൈൽ കണ്ടുപിടിച്ചത് ആരാണ്? ഈ സാധാ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് മാർട്ടിൻ കൂപ്പറാണ്. 40 വർഷം മുമ്പ് ജപ്പാനിലെ മോട്ടോറോള കമ്പനിയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തത്. ക്യാമറ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് ഫിലിപ്പ് കാനാണ്. പിന്നെ പ്ലെയിന് കണ്ടുപിടിച്ചത് റൈറ്റ് സ്വകാര്യമാരാണ്. കപ്പൽ കണ്ടുപിടിച്ചത് ഗ്രേറ്റ് ഹെഡാണ്. ട്രെയിൻ കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ടാണ്. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ചാൾസ് ബാബേജാണ്. വൈദ്യുതി കണ്ടുപിടിച്ചത് മൈക്കൽ പാരഡിയാണ്. ബൾബ് കണ്ടുപിടിച്ചത് തോമസ് ആൽവ എഡിസണാണ്. വൈദ്യുതി പോയാൽ ജനറേറ്റർ കണ്ടുപിടിച്ചത് പിസ്യുവൻഡിയാണ്. ഡീസൽ എഞ്ചിൻ മുഴുവൻ കണ്ടുപിടിച്ചത് റുഡോൾഫ് ഡീസലാണ്. പെട്രോൾ എഞ്ചിൻ മുഴുവൻ കണ്ടുപിടിച്ചത് കാൾബൻസാണ്. അവൾ ടെലിഫോൺ കണ്ടുപിടിച്ചത് ഗ്രഹാബെല്ലാണ്. ടെലിവിഷൻ കണ്ടുപിടിച്ചത് ജോൺ എൽവേഡാണ്. റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണിയാണ്. ബൈക്ക് കണ്ടുപിടിച്ചത് എഡ്വേർഡ് ബെൽഡറാണ്. സൈക്കിൾ കണ്ടുപിടിച്ചത് മാക്മില്ലനാണ്. അപ്പോൾ മിസൈൽ കണ്ടുപിടിച്ചത് നമ്മുടെ ബഹിരാകാശ മിസൈലുണ്ടോ, ഡ്രോൺമാരുള്ള ബഹിരാകാശ മിസൈൽ കണ്ടുപിടിച്ചത് ഗോഡാർഡാണ്. ആറ്റം ബോംബ് കണ്ടുപിടിച്ചത് ഓപ്പൺ ഹൈമറാണ്. 1945 ആഗസ്റ്റ് 6, 9 2 ആറ്റം ബോംബ് അമേരിക്ക ജപ്പാനിൽ കൊണ്ടിട്ടു. 1945 ആഗസ്റ്റ് 6, 9 അതിൽ ആദ്യത്തെ ആറ്റം ബോംബിൽ 70,000-ലേറെ പേര് പോയി. രണ്ടാമത്തെ ആറ്റം ബോംബിൽ 1,00,000 ചില്ലറയും പോയി. 2 ആറ്റം ബോംബിൽ 1,00,000 ചില്ലറ പേര് പോയി. അപ്പോൾ അന്ന് ഇട്ട ബോംബ്, ആറ്റം ബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയാണ്. 3,863 കിലോ വെയിറ്റുള്ളൂ. പക്ഷെ വലിയ ആറ്റം ബോംബിന് 5,000 കിലോ വെയിറ്റാണ്. 5,000 കിലോ വെയിറ്റുള്ള ആറ്റം ബോംബ് ഇട്ടാൽ ജനക്കൂട്ടമുള്ള അടുത്തിട്ടാൽ എത്ര പേര് പോകും? 5 ലക്ഷം പേര് പോകും. അപ്പോൾ 2 ആറ്റം ബോംബിൽ 5-10 ലക്ഷം പേര് പോകും. അപ്പോൾ അത് എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ കടലായ പസഫിക് കടലിൻ്റെ മൂലയിൽ, അറബിക്കടലിൻ്റെ മൂലയിൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മൂലയിൽ അവിടെയൊക്കെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. താങ്കളുടെ വിദ്യാഭ്യാസം എന്ന് പറയാമോ? വിദ്യാഭ്യാസം ഈസ് കോൾഡ് ഗോയിങ് സ്റ്റഡീഡ് ക്വാളിഫിക്കേഷൻ SLC, ബട്ട് ജനറൽ ക്വാളിഫിക്കേഷൻ MA. ദാറ്റ് ഈസ് 10ാം ക്ലാസ് പഠിച്ചവർക്ക് MA വരെ എഴുതിയെടുക്കാം. അങ്ങനെയാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ ആ ഗ്രാജുവേറ്റിൽ എത്തിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. ലോകവിസ്തീർണത്തിൽ 68% കടൽ, 30% കര, 2% സുന്ദരം. കരന് 2 മടങ്ങിലേറെ കടലാണ്. ലോകത്ത് മൊത്തം രാജ്യം 208 ലോകരാജ്യം. ജനാധിപത്യ രാജ്യം 145, ഏകാധിപത്യം 63. അത് കണക്കിൽപ്പെടുന്നത് 195.